ആഭ്യന്തര വകുപ്പ് ഈ ഉദ്യോഗസ്ഥർ വി ഡി സതീശൻ സഭയ്ക്ക് പുറത്തിറങ്ങി സംസാരിക്കുകയാണ്. അതിലേക്ക് അവര് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നു. നിരവധി പേരാണ്, നിരവധി പ്രവർത്തകരാണ്. അതായത് ചെറുപ്പക്കാർ, ഈ FIR-ൽ പറഞ്ഞിരിക്കുന്നത് കുറച്ചു ചെറുപ്പക്കാർ സ്ത്രീകളടക്കമുള്ള ഭക്തജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നത് കണ്ട് വനിതാ SI പറയാണ്, അവരോട് മാറി നിൽക്കാൻ ഞാൻ ആവശ്യപ്പെട്ട പ്രകാരം മാറി നിൽക്കാതെ ആവുമെങ്കിൽ മാറ്റിക്കോ എന്ന് കയർത്ത് സംസാരിച്ചു. കയർത്ത് സംസാരിച്ച ചെറുപ്പക്കാരൻ പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ പേര് മാറ്റി പറഞ്ഞു. എങ്കിലും അയാളെ മനസ്സിലായി. അയാൾ അറസ്റ്റ് ചെയ്തപ്പോൾ ബലപ്രയോഗത്തിലൂടെ പോലീസ് വാഹനത്തിൽ കയറ്റുകയും തുടർന്ന് 15ഓളം പേരും എനിക്ക് പരിചയമുള്ള ആളുകളും ഉൾപ്പെടെ 40ഓളം പേര് വന്നു ചേർന്ന് പ്രതിയെ ബലമായി മോചിപ്പിച്ചുകൊണ്ടാണ് പോയത്. പിന്നെ പോലീസിനെതിരെ അസഭ്യവർഷമാണ്. അത് ഞാൻ വായിക്കുന്നില്ല. FIR തന്നെ ഉണ്ട്. പോലീസിനെതിരായിട്ടുള്ള അസഭ്യവർഷം. ഈ പിണറായി വിജയൻ കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി CPM-ൻ്റെ ക്രിമിനലുകൾ. എന്നിട്ട് അവർക്കെതിരായി നടപടിയെടുക്കാതെ, സംഘടനാപരമായ നടപടിയോ മറ്റു നടപടികളോ സ്വീകരിക്കാതെ ഈ ഇരകളായി മാറിയ പോലീസുകാരെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്ത് CPM-നോട് കളിക്കണ്ട എന്ന ക്രിമിനലുകളുടെ വാക്കുകൾക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അടിവരയിട്ട് കൊടുത്താണ്. കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനുള്ള അവാർഡ് കിട്ടിയ പോലീസ് സ്റ്റേഷനിലെ SI-മാർക്കാണ് ഈ ദുരന്തമുണ്ടായത്. ഇത് സംസ്ഥാനത്തുടനീളം ആവർത്തിക്കപ്പെടുകയാണ്. SFI നേതാക്കൾ പോലീസിനെ ഭീഷണിപ്പെടുത്തുകയാണ്. നിനക്ക് വേറെ പണിക്ക് പോയിക്കൂടെ എന്ന് ചോദിക്കുകയാണ് SFI നേതാവ്. ചാലക്കുടിയിൽ വണ്ടി അടിച്ചു തകർത്തു. ഏരിയ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത ആളുകളെ ബലമായി മോചിപ്പിച്ചു കൊണ്ടുപോയി. പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് പല സ്ഥലത്തും, നന്നായി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായി ഇവർ പല സ്ഥലത്തും ഭീഷണിയാണ് നടത്തുന്നത്. മൈക്ക് വെച്ച് കെട്ടി തൻ്റെ കാല് വെട്ടും കൈ വെട്ടും എന്ന് പ്രസംഗിക്കുന്ന CPM നേതാക്കന്മാർ. ആരാണ് കേരളം ഭരിക്കുന്നത്? എങ്ങനെയാണ് കേരളത്തിൻ്റെ പോലീസിൻ്റെ ആത്മവീര്യം തകർന്നു പോകാതിരിക്കുന്നത്? ഈ ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന ഈ സമീപനമാണ്. ഇതൊരു ഞെട്ടിക്കുന്ന, ഇത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? കേരളത്തിലെ പോലീസിന് കൊടുക്കുന്ന മെസ്സേജ് എന്താ? പാർട്ടിക്കാരെ അവർക്ക് വേറെ അവകാശങ്ങളുള്ള ആളാണ്, അവരെ തൊടാൻ പോകണ്ട എന്നുള്ളൊരു മെസ്സേജാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ സ്പീക്കറുടെ നിയോജക മണ്ഡലത്തിലാണ് ഇത്രയും ക്രൂരമായ, നിന്ദ്യമായ ഒരു സംഭവം നടന്നത്. അതുകൊണ്ട് ബഹുമാന്യനായ സ്പീക്കർ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും എല്ലാം പ്രതിരോധത്തിലാവും എന്ന് കണ്ടിട്ടാണ്. മറുപടി പറയാനില്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഹോമിൻ്റെ ചർച്ചയിൽ ഞങ്ങളിത് ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ലോകത്തുള്ള എല്ലാ കാര്യത്തിനും മറുപടി പറയുമല്ലോ. എന്തുകൊണ്ടാണ് ഇത് ഈ കാര്യത്തിൽ മറുപടി പറയാറുന്നത്? ഇതിന് മറുപടി പറയാനില്ല. ഗവൺമെൻറ് പ്രതിരോധത്തിലാണ്. ഇത് ഞങ്ങൾ അതിശക്തമായി പ്രതിഷേധിക്കുന്നു. മാത്രമല്ല, ഈ അമ്പലങ്ങളിൽ പോയി എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? എന്തിനാണ് രാഷ്ട്രീയം കലർത്തുന്നത്? നമ്മളെല്ലാവരും RSSനെ എതിർക്കുകയല്ലേ? RSS എങ്ങനെ ഗണഗീതങ്ങൾ പാടുകയും അമ്പലങ്ങളിൽ പോയിട്ട് മാർച്ച് നടത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ CPM ഇറങ്ങിയിരിക്കുകയാണ് പല സ്ഥലത്തും. ഇപ്പം ഇന്നലെ ഹൈക്കോടതിയുടെ രൂക്ഷമായ വിമർശനം ഉണ്ടായി. കടക്കൽ ക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ അവർ കൊണ്ടുവന്ന് ഗാനമേള നടത്തി. ഗാനമേള പുഷ്പനെ അറിയാമോ എന്നാണ്. ആ പുഷ്പനെ അറിയാമോ? ലാൽ സലാം സഖാക്കളെ എന്ന് പാടുകയാണ്. പാടുമ്പോൾ അമ്പലത്തിലെ സ്റ്റേജിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം DYFI CPM. ഇതെന്ത് നാടാണിത്? ഇങ്ങനെയാണ് ഇവർ. ഞാൻ പറഞ്ഞു, ഇവർക്ക് BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവിടെ വന്നൊരു സംഘർഷം നടത്തി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അമ്പലത്തിൽ പോയി ഇത് ചെയ്യാമോ? ഏതെങ്കിലും ദേവാലയത്തിൽ പോയി, ആരുടെയെങ്കിലും ദേവാലയത്തിൽ പോയി ഇത് ചെയ്യാമോ? എന്തും ചെയ്യാൻ മടിക്കാത്ത, ഇന്നലെ ഹൈക്കോടതി രൂക്ഷമായ വിമർശനമാണ്. നാട്ടുകാരുടെ പൈസയെ പിരിച്ചെടുത്തിട്ടാണ് ഇതുപോലത്തെ ഗാനമേള നടത്തി പുഷ്പനെ അറിയാമോ എന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോട്. അവരെന്ത് ഭരിച്ചു? ഇതാണ് നടക്കുന്നത്. ഇതൊക്കെ ഈ എന്തും ചെയ്യാമെന്നുള്ള അഹങ്കാരം തലയ്ക്ക് പിടിച്ചതിൻ്റെ ഭാഗമാണ്. അണികളെ കയറൂരി വിട്ടിരിക്കുകയാണ്, ഒരു നിയന്ത്രണമില്ലാതെ. എന്തും ചെയ്യും CPM അണികൾ എന്ന സ്ഥിതിയാണ് കേരളത്തിൽ. ഇതുപോലത്തെ ഒരു സംഘർഷമാണ്. തെയ്യം അകത്തേക്ക് കിടക്കുന്ന സമയത്ത് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മുമ്പിൽ പോയി ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുക. അത് വിളിക്കാൻ പറ്റിയ എത്ര സ്ഥലം വേറെയുണ്ട്? അമ്പലത്തിലെ തെയ്യം അകത്തേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഇൻക്ലാബ് സിന്ദാബാദ് വിളിച്ച് തെയ്യത്തിന് അഭിവാദ്യം ചെയ്യണത്. ഇത് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ എവിടെയെല്ലാം ക്രിമിനലുകളുടെ സംഘമായി ഇവർ മാറിയിരിക്കുക. എവിടെയല്ല, ഞാൻ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ പേട്രണേജാണ്.
ലഹരി മരുന്ന് മാഫിയ സംഘങ്ങൾക്ക് അവർക്കെല്ലാം പിന്തുണ കൊടുക്കുന്നത് ഇവരാണ്. അപ്പോൾ ഇത് കേരളത്തിൽ ആവർത്തിച്ചുകൂടാ. ഇത് പോലീസിൻ്റെ ആത്മവീര്യം തകർന്നു പോകുന്ന, അവർക്ക് ജോലി ചെയ്യാൻ മടി തോന്നുന്ന സംഭവമാണ്. അക്ഷരാർത്ഥത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് വേണ്ട നടപടികളെടുക്കുകയും പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ട്രാൻസ്ഫർ പിൻവലിച്ച് അവർക്ക് പിന്തുണ കൊടുക്കുകയുമാണ് ഗവൺമെൻറ് ചെയ്യേണ്ടത്.